ജിദ്ദയിലെ പാനാസോണിക് ആസ്ഥാന മന്ദിരമായ അൽസായി പ്ലാസ കത്തിനശിച്ചു. ഇവിടെ ജോലി ചെയ്യുന്ന നൂറുകണക്കിന് മലയാളികളുടെ പാസ്പോർട്ടുകളും മറ്റും കത്തിനശിച്ചവയിൽ ഉൾപ്പെടുന്നു. കോടിക്കണക്കിന് റിയാലിന്റെ നാശനഷ്ടം കണക്കാക്കുന്നു. ബഗ്ദാദിയയിൽ മദീന റോഡിനരികിലുള്ള അൽസായി പ്ലാസക്കാണ് കഴിഞ്ഞ ദിവസം തീ പിടിച്ചത്. വൈകുന്നേരത്തോടെ ചെറിയ തോതിൽ തുടങ്ങിയ തീ മണിക്കൂറുകൾക്കകം കെട്ടിടം മുഴുവൻ പടർന്നു. 9 നിലകളും 7 നിലകളുമുള്ള 2 ടവറുകളാണ് കെട്ടിടത്തിനുണ്ടായിരുന്നത്. ഇതിൽ 9 നിലകളുള്ള ടവർ കത്തിനശിച്ച് പൂർണ്ണമായും അപ്രത്യക്ഷമായി. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെ വിവിധ യൂണിറ്റുകൾ പെട്ടെന്ന് സംഭവസ്ഥലത്തെത്തിയതിനാൽ സമീപത്തുള്ള കെട്ടിടങ്ങളെ അപകടത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിച്ചു. കോടിക്കണക്കിന് റിയാലിന്റെ നാശനഷ്ടങ്ങളുണ്ടായി. നൂറുകണക്കിന് മലയാളികൾ ഉൾപ്പെടെ നിരവധി ആളുകളുടെ പാസ്പോർട്ടുകളും മറ്റു രേഖകളും കത്തിനശിച്ചു. 2 മണിയോട് കൂടിയിട്ടാണ് നിലം പരിശായി. 9 നില ബിൽഡിംഗ് കൊണ്ട് തകർന്ന് തരിപ്പണായി. എല്ലാ ഡോക്യുമെന്റ്സും അതുപോലെ തന്നെ IT ഡിപ്പാർട്ട്മെന്റ്, IT സെർവർ, അതുപോലെ തന്നെ ഫിനിഷ്ഡ് പ്രൊഡക്ട്സ്, സ്പെയർ പാർട്സ്, എഞ്ചിനീയറിംഗ് എല്ലാം തകർന്ന് തരിപ്പണായ ഒരവസ്ഥയിലേക്ക് എത്തി. വെക്കേഷൻ ടൈം ആയതിൻ്റെ പേരിൽ ഒരുപാട് ഫാമിലികൾ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് റീ എൻട്രി അടിച്ചു വെച്ച പാസ്പോർട്ടുകളുണ്ട്. അതിൽ കുറേ ആളുകൾ ഫാമിലിയെ നാട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഇവരെ ലീവ് കിട്ടാത്തതിൻ്റെ പേരിൽ ഇന്നോ നാളേക്ക് പോകേണ്ട ആളുകളാണ്. അവരും യാത്ര തടസ്സപ്പെട്ടിരിക്കുകയാണ്. 60-ലധികം കമ്പനികളുടെ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടമാണ് അൽസായി പ്ലാസ. പാനസോണിക്കിന്റെ ഹെഡ്ക്വാർട്ടേഴ്സാണ് ഈ കെട്ടിടം. മോലിനെക്സ്, സീബ്, തിഫാൽ തുടങ്ങിയവയുടെ ഓഫീസുകളും മെയിൻ്റനൻസ് കേന്ദ്രങ്ങളും ഈ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നു. 200-ലധികം മലയാളികൾ ജോലി ചെയ്തിരുന്ന കെട്ടിടമാണ് കത്തി നശിച്ചിരിക്കുന്നത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. തീ പൂർണ്ണമായും ഇനിയും അണഞ്ഞിട്ടില്ല. സിവിൽ ഡിഫൻസ് വിഭാഗത്തിന്റെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് കെട്ടിടം ഇപ്പോൾ. ജലീൽ കണ്ണമകരം, ഏഷ്യാനെറ്റ് ന്യൂസ്, ജിദ്ദ.